ഹലോ ഗായ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രോഷറ്റ് കോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുകയാണ് എന്നുള്ള ഫുൾ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് ഇരുന്ന് കാണാം. പിന്നെ ആദ്യം തന്നെ നമ്മളൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആ 2 ചെയിൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം മാജിക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് 11 ഡബിൾ ക്രോഷയാണ് കേട്ടോ ഫുള്ളി ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു 2 ചെയിൻസ് ഇല്ലേ, അത് നമ്മളൊരു ഡബിൾ ക്രോഷ ആയിട്ടാണ് കൺസേർട്ട് ചെയ്യണത്. പിന്നെ എല്ലാ ഡബിൾ ക്രോഷയും ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണി നോക്കുമ്പോൾ അതിൽ 12 ഡബിൾ ക്രോഷ ഉണ്ടാവും. കാരണം നമ്മൾ ഇട്ട ചെയിൻസ് ഒരു ഡബിൾ ക്രോഷ ആയിട്ടല്ലേ കൺസേർട്ട് ചെയ്യണത്. പിന്നെ അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ താഴത്തുള്ള നൂല് പിടിച്ച് വലിക്കുമ്പോൾ ഒരു പകുതിയായിട്ടുള്ള, അതായത് ഒരു ഹാഫ് സർക്കിൾ കിട്ടും. അത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷ ഇല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫുൾ സർക്കിൾ ആവും. ഇനി നമ്മൾ അതിലേക്ക് 3 ചെയിൻസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ 3 ചെയിൻസ് ഇട്ട സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യണം, അതായത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യണത്. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ കേട്ടോ. അതായത് നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു ഹോള് കാണും. അതിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്താലാണ് നമ്മൾ ഇൻക്രീസ് ആവുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കും. അപ്പം നമുക്കൊരു ഹാഫ് ആയിട്ടുള്ളൊരു സർക്കിൾ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷയുടെ മുകളിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സർക്കിൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. പിന്നെ അതിനുശേഷം നമ്മൾ 3 ചെയിൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 3 ചെയിൻസ് ചെയ്ത ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ ചെയ്യുക, അതായത് ഇൻക്രീസ്. അങ്ങനെ ആ ഇൻക്രീസ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരൊറ്റ ഡബിൾ ക്രോഷ ചെയ്താൽ മതി. അതായത് ഇങ്ങനത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 1 2 1 2 1 ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കേണ്ടത്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക. പിന്നെ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ റൗണ്ട് ഫുള്ളായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കും കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും 3 ചെയിൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ തന്നെ. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ 2 എണ്ണം ഒരു സ്ഥലത്ത് തന്നെ 2 ഡബിൾ ക്രോഷ ചെയ്യുക, അതായത് ഇൻക്രീസ്. അപ്പോൾ ഇതിലത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1 2. അങ്ങനെ ഈ മെത്തേഡിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു മെത്തേഡിൽ തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഒരു ഹാഫ് സർക്കിൾ കിട്ടും. അത് നമ്മൾ ആദ്യം ചെയ്ത ആ ഡബിൾ ക്രോഷ ആയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. പിന്നെ അതേപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്കും നമ്മൾ ഒരു ഡബിൾ ക്രോഷ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തയിലേക്കും ഒരു ഡബിൾ ക്രോഷ തന്നെ, അതായത് 1 1 1 2. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കേണ്ടത്. ഫുള്ളാക്കിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഹാഫ് ആയിട്ടുള്ള ഒരു സർക്കിൾ കിട്ടും. നമ്മൾ പിന്നെ ആദ്യം ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷയുടെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. പിന്നെ അതിനുശേഷം നമ്മൾ ആ ഒരു ലൂപ്പില്ലേ, അത് ജസ്റ്റ് ഒന്ന് വലിച്ച് വലുതാക്കുക. പിന്നെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന നൂലിനെ കട്ട് ചെയ്തതിന് ശേഷം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഒരു കെട്ടായിട്ട് കിട്ടും. അത് നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ പച്ച കളർ നൂലുമ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ആ ഹുക്കിൻ്റെ മുകളിൽ നിന്ന് ഇതേപോലെ എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മൾ ആ മാറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു പച്ച കളർ നൂലിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ അതിലേക്ക് 4 ചെയിൻസ് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ആ 4 ചെയിൻസ് ഇട്ട സെയിം സ്പേസിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വി പോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. പിന്നെ അടുത്ത 2 ചെയിൻസ് സ്കിപ്പ് ചെയ്തതിന് ശേഷം 3ാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത ആ സെയിം സ്പേസിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ 2 ചെയിൻസ് ഇട്ട് വെക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ആ ഒരു വി പോലത്തെ സ്ട്രക്ചർ ഇല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്താൽ ആ റൗണ്ട് കംപ്ലീറ്റ് ആവും. പിന്നെ മുന്നത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നൂലിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിനെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു കെട്ടാവും. അങ്ങനെ ആ ഒരു നൂലിനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പച്ച കളർ ആ ഒരു ബോർഡറും സെറ്റാവും. പിന്നെ നമ്മൾ പിങ്ക് കളർ നൂലുമ്പോൾ നമ്മളൊന്ന് സ്ലിപ്പ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിനുശേഷം നമ്മളെ മാറ്റിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം. പിന്നെ ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മളൊരു വി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 5 ഡബിൾ ക്രോഷ ചെയ്യണം. ആ ഒരു സെയിം വീൻ്റെ ഉള്ളിലേക്ക് 5 എണ്ണം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. 5 എണ്ണം ഓരോന്നും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണത് ഞാൻ കാണിക്കുന്നുണ്ട്. സ്പീഡാക്കിയതാണ് കേട്ടോ ഒരു വീഡിയോ, കുറേ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു 5 എണ്ണം ചെയ്തതിന് ശേഷം നമ്മൾ
ആദ്യം ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷ്യ ഇല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിയതിന് ശേഷം നമ്മൾ ലൂപ്പ് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ നമ്മൾ ചെയ്തതിന് ശേഷം എടുത്ത ആ ലൂപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഒരു ബണ്ട് പോലെ കിട്ടും. പിന്നെ നമ്മൾ അടുത്ത ആ ഒരു സ്പേസിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആ റൗണ്ട് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു കോസ്റ്റർ കിട്ടും. ആ ഒരു കോസ്റ്റർ ഇങ്ങനെ മടക്കി പിടിച്ചാൽ നമുക്കൊരു ബൊക്കെ പോലെയൊക്കെ ആക്കാൻ പറ്റും. ഒരു കുഞ്ഞു ബൊക്കെ. ഇത് ഇത്തിരി കൂടി വലുതാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൊക്കെ പോലെ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അത് നമുക്ക് കപ്പും സോസറൊക്കെ റൂമിലൊക്കെ എസ്തെറ്റിക് ആക്കിയിട്ട് വെക്കാനൊക്കെ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എസ്തെറ്റിക് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.